ഗൈസ്, ഇനി ഈ ആനവണ്ടിയും കയറി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ? നമ്മൾ ഇന്ന് പോകുന്ന പറശ്ശിനി കട കേട്ടോ. അതിന് മുന്നേ ഒരു സീൻ കാണിച്ചു തരാം. കണ്ട കുഞ്ഞിൻ്റെ ബസ് കയറി അവിടെ ഫ്ലാറ്റായി. ഞാനെങ്ങനെ ഒന്ന് ഫ്ലാറ്റ് ആവില്ലെന്ന് അമ്മയുടെ ബെറ്റൊക്കെ ആയിരുന്നു ഗൈസ്. പിന്നെ ഞാൻ അപ്പുറത്തെ സീറ്റിലേക്ക് എണീച്ചൊന്ന് പോയിട്ടോ. പക്ഷെ അധികം കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനും കൊണ്ട് ഒന്ന് മയങ്ങിപ്പോയി ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല, മയങ്ങിപ്പോയി. അപ്പം അമ്മ എന്നോട് ബെറ്റയച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനൊന്നും മൈൻഡ് ആക്കിയില്ല ഗൈസ്. ഞാൻ അങ്ങോട്ട് ഒക്കെ അഭിനയിച്ച് കിടന്നു. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി നമ്മളൊന്ന് ചിൽമൂളായി വരുന്നുണ്ട്. കാരണം ബസ് ഇറങ്ങി തന്നെ ഓക്സിജൻ ഇളവും കൂടി കൂടുന്ന പോലെയാണ് എനിക്ക്. അപ്പോൾ പിന്നെ നമ്മൾ ധർമ്മശാലയിൽ നിന്ന് ഓട്ടോ കയറാനാട്ടോ പോയത്. അല്ല, നമ്മൾ എന്തിനാണ് ഈ പറശ്ശിനി പോയെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് അമ്മേൻ്റെ ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് പോയത്. നമുക്ക് ഭയങ്കര ആഗ്രഹം പറശ്ശിനി പോയിട്ട് മുത്തപ്പനെ കാണുന്നത്. കുഞ്ഞാറ്റ വീട് ചെയ്യേണ്ട മേക്കപ്പ് ഒക്കെ ഓട്ടോറിക്ഷ ചെയ്തു. കണ്ട ഗൈസ് വായിൽ ക്ലിപ്പൊക്കെ തിരിയിരിക്കുന്നു. എനക്കതൊന്ന് കണ്ടിട്ട് ചിരിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ആട്ടോ ഒന്ന് കൺട്രോൾ ആയ ചിരി. അപ്പോൾ ഞാൻ ഈ ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും എൻ്റെ പൈസക്കാണ് ഇവരൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് വന്നതാണ്. നെവർ ഗൈസ്, അമ്മ തന്നു, ഞാൻ കൊടുത്തു. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യം സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ പച്ച ഷർട്ട് ഇട്ടാൽ നമ്മളെപ്പരം വന്നതാണെന്ന് തോന്നും. നെവർ ഗൈസ്, അയാളാരോ നമ്മൾ വേറെ ആരോ, അങ്ങനെയായിരുന്നു. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയിട്ടോ. കുഞ്ഞാറ്റ അന്ന് ചന്തയെ കണ്ടിട്ട് വെള്ളമിറക്കി നടക്കുകയായിരുന്നു. കാരണം എവിടെ പോയാലും ചന്ത മുഖ്യം പികിലേ എന്നായിരുന്നു നമ്മൾ, അതായത് എൻ്റെയും കുഞ്ഞാറ്റിൻ്റെയും ഒരു ഹോബി ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും നടന്നു കേട്ടോ. അപ്പോൾ കുറേ 10-20 ഷോപ്പും മറ്റേ ഷോപ്പും കുറേ ഫോട്ടോസിൻ്റെ ഒക്കെ ഷോപ്പ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കവാടത്തിൻ്റെ അടുത്തെത്തിട്ടോ. ഇവിടെയാണെങ്കിൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു. തിരികെയായിട്ട് നമ്മളവിടെ എത്തിയത്. അമ്മയാണ് ഏറ്റവും ബാക്കിൽ. ഞാനും കുഞ്ഞാറ്റിനെ കൈ പിടിച്ച് വലിച്ചങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ് പറഞ്ഞു, ഇങ്ങനെ വലിക്കുകയാണെങ്കിൽ ഞാൻ വരില്ല, നീ ഒറ്റക്ക് നടക്കേണ്ടിയിരുന്നു പറഞ്ഞു. അപ്പോൾ ആ ഒരു ഭയത്തിലാണ് ഞാനൊന്ന് സ്ലോ ആയത് കേട്ടോ. കണ്ട ആടുന്ന് ഞാൻ പേടിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് കുഞ്ഞാറ്റ് അങ്ങനെ കരഞ്ഞുകൊണ്ടൊരു ഫേസ് കെട്ട്. കരഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ, ഒരു സങ്കട ഫേസ് കെട്ട് എന്നൊക്കെ വേണ്ടി പറയാലോ. അങ്ങനെ നമ്മൾ പുഴയിൽ ഇറങ്ങിയിട്ടോ. പുഴയിൽ ഇറങ്ങിയിട്ട് ഇന്ന് കുറച്ച് നേരം ആ ഒരു വെള്ളത്തിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് കാല് കഴുകിയാട് നമ്മൾ ഉള്ളിൽ കയറുന്നല്ലേ. ഇന്ന് നമ്മൾ കുറേ നേരം ഉണ്ടായിരുന്നു കേട്ടോ. പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. സത്യം പറയണല്ലോ, ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നിന്നിട്ട് അവിടെ പോരുതെന്ന് പറയണം വേണമെങ്കിൽ. വല്ല ബാഗി പാൻറ്റോ ക്രോപ്പ് ടോപ്പൊക്കെ ഇട്ട് പോയാൽ മതിയായിരുന്നു. ഇതാണ് ഗൈസ് ബിഗ്ഗസ്റ്റ് തിരക്ക്. അതായത് അത്രയും വലിയ തിരക്കായിട്ടോ അവിടെ. കണ്ട കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിലേക്ക് പോരിയിട്ട് നമ്മൾ ആ ഒരു മേലെ കയറി നിന്നു കേട്ടോ. അതാണെങ്കിൽ മുത്തപ്പനെ നല്ല അടിപൊളിയായിട്ട് കണ്ടു. ഫോട്ടോഗ്രാഫി നിരോധിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നല്ലോണം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാൻ്റെ അടുത്തൊരു ഏച്ചിയോട് വർത്താനം പറയുന്നുണ്ടായിരുന്നു. വേറൊന്നും അല്ലാണ്ട് പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഏച്ചി ചോദിച്ചു തൊടണമെന്ന്. അതാണ് കുഞ്ഞാറ്റ പറഞ്ഞാട്ടോ തൊടണമെന്ന്. അപ്പോൾ കുഞ്ഞാറ്റ തന്നെ ഇൻസ്പയർ ആയിട്ടൊരു കുഞ്ഞിയും കൂടെ അങ്ങനെ തൊടുന്നുണ്ടായിരുന്നോ. അപ്പോൾ അവളുടെ ആ കുഞ്ഞിൻ്റെ അമ്മ വന്നിട്ട് ആ ഒരു കുഞ്ഞി തൊടുന്നൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഒരു പരിസരത്തുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങ് ജനലിൻ്റെ അടുത്തായിരുന്നു ആടെ ബോട്ട് പോകുന്നതും എത്ര തിരക്കുണ്ടെന്നൊക്കെ അളന്ന് കണ്ടുപിടിക്കലായിരുന്നു എൻ്റെ പണി. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങിയിട്ട് ഇവിടെയൊക്കെ നല്ല വെയിലാട്ടോ. ചൂട് എന്നൊക്കെ പറഞ്ഞാൽ ചൂട് തന്നെ. അപ്പോൾ പഞ്ഞിമുട്ടായിക്കാരനൊക്കെ കണ്ടിട്ട് കുഞ്ഞിടക്ക് ചെറിയ ആൾക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പഞ്ഞിമുട്ടായി വേണമെന്ന്. അങ്ങനെ ചന്തയിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയായി പോയി ഗൈസ്. കാരണം അമ്മ അധികമൊന്നും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആടുന്നൊരു പൂച്ചക്കെട്ടിന് എടുത്തോട്ടോ. നല്ല രസമുണ്ടായിരുന്നു, സോഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 300 രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മേൻ്റെ കയ്യിൽ വലിച്ച് പോയി കേട്ടോ. കാരണം അത്ര ഒരു പൈസക്ക് ഇത് വെറുത്തല്ല. മീഷോയിൽ അതിലും ചെറിയ പൈസക്ക് കിട്ടും. അതുകൊണ്ട് പിന്നെ ഞാനവിടെ വെച്ചു. പിന്നെ അമ്മ കമ്മലിൻ്റെ ആളായതുകൊണ്ട് കമ്മലിൻ്റെ അടുത്ത് അമ്മ കുറേ നേരം സ്റ്റക്കായിരുന്നു കേട്ടോ. ഈ ഒരു സോഫ്റ്റ് ടോയ് കണ്ടിട്ട് എൻ്റെ ചെറിയ ബാല്യത്തിലേക്ക് ഞാനങ്ങോട്ട് പോകുന്നു. വാശി പിടിച്ചൊരു മുഖം ചെറുതായിട്ടൊക്കെ എൻ്റെ ഫേസിലുണ്ടെന്നല്ലേ അല്ലേ ഗൈസ്. അമ്മയും ഇടക്കിടക്ക് ആ പാവേൻ്റെ അടുത്ത് നിന്നിട്ട് സ്റ്റക്കാവുന്നുണ്ടായിരുന്നു. കുഞ്ഞാൻ്റെ ഓരോന്ന് എടുക്കുന്നു വെക്കുന്നു. അത് തന്നെയായിരുന്നു കേട്ടോ. കുഞ്ഞാൽക്കാരന് വേണമെന്നെല്ലാം ഉണ്ട്. പിന്നെ നമ്മളൊരു വളേൻ്റെ സെക്ഷൻ ഇവിടെ കേട്ടോ. നമ്മൾ എപ്പോൾ പറശ്ശിനിയിൽ വന്നാലും ആടുന്ന് വളം അങ്ങോട്ട് പോകാറില്ല. ഈ കുഞ്ഞാൻ്റെ കണ്ട കിളിച്ചുകൊണ്ട മാമ്പഴത്തിലേ ജഗതി വെള്ളാട്ടപ്പൊക്കറോ അങ്ങനെ എന്തോ ഒരു ഇതില്ലേ, ആ ഒരു ശീലം അഭിനയിച്ചാൽ എനക്കാന്ന് ഈ ചിരിച്ചിരിച്ച് നടക്കാനും വയ്യാതെ പോയി. പിന്നെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറിയിട്ടോ. ആടെ നിന്നാണെങ്കിൽ പിന്നെ ഫുഡ് മെയിൻ. ഞാനൊന്നും നോക്കില്ല, വന്ന വഴി ഞാൻ തീർക്കാൻ നോക്കി ഗൈസ്. കാരണം അത്രയും വിശപ്പായിരുന്നു. അപ്പോൾ അമ്മ സൂം ചെയ്ത് വീഡിയോ എടുത്തിട്ടത് അതാണെങ്കിൽ ചിരിച്ചിട്ട് ഞങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ച് ബസ് കയറി ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ എൻ്റെ കൂടപ്പിറപ്പായിട്ട് തന്നെ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു.
പിന്നെ കുഞ്ഞാൻ്റെ അപ്പാട് ഫ്ലാറ്റായിട്ടോ ഞാനും. കുഞ്ഞാൻ്റെ കണ്ടില്ലേ വെട്ടിയിട്ട വാഴത്തട പോലെ കിടക്കുന്നു. പിന്നെ അമ്മേൻ്റെ മേത്തായി, മടിയിലായി, ഷോൾഡറിലായി, പുറത്തായി എന്ന് പറഞ്ഞാൽ അങ്ങനെ നിരന്ന് കൊണ്ട് കിടക്കുകയായിരുന്നു ഗൈസ്. അമ്മ അതിൽ കിടത്താൻ ഞാനും കുഞ്ഞാനും കിടത്തത്. അമ്മ ബസ് ഇറങ്ങിയാടെ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങളെയും കൂട്ടിയിട്ട് അടുത്തേക്കില്ലാന്ന്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളോട് പറഞ്ഞു ശേഷിയില്ല. അപ്പോൾ ഓക്കെ ബായ്, ഞാനിങ്ങനെ നിർത്തുന്നു ഗൈസ്.